മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മുടെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ അമിതമായ ഉത്കണ്ഠയിൽ നിന്ന് തുടങ്ങി സ്ട്രെസ്സിലൂടെ, ടെൻഷനിലൂടെ നമുക്ക് ഡിപ്രഷനിലേക്ക് വരെ എത്തിച്ചേരുന്ന ചില ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കൂടെയുള്ളവരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം. അപ്പം അവരെയൊക്കെ ഒന്ന് നമ്മൾ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളോട് ഒന്ന് കൂടെ ചേർത്തി സാന്ത്വനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് അവരെ ആ അവസ്ഥയിൽ നിന്ന് നല്ല ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരാനായിട്ട് ഈ ചേർത്ത് പിടിക്കൽ സഹായിക്കും. അപ്പോഴാണ് ഞാനൊരു കഥ ഓർത്തത്. ഒരു കുട്ടി ഇങ്ങനെ നിറയെ മെഴുകുതിരികൾ കത്തിക്കുകയായിരുന്നു. അപ്പൊ നിറയെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കത്തിച്ചു, ബാക്കി ഇനി ഒരു മെഴുകുതിരി കൂടെ ഉള്ളൂ. ആ സമയത്ത് നല്ലൊരു കാറ്റ് വന്നു. കാറ്റ് വന്നിട്ട് അവിടെ കത്തിച്ചു വെച്ച ആ മെഴുകുതിരി എല്ലാം കെട്ടുപോയി. അപ്പൊ ഇനി അവസാനമായി ഒരു മെഴുകുതിരി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ മെഴുകുതിരിയും കെട്ടുപോയി. അപ്പൊ അവസാനമുള്ള ആ മെഴുകുതിരി കുട്ടിയോട് പറഞ്ഞു, നീ ഒന്ന് എന്റെ മെഴുകുതിരിയുടെ മുകളിലായിട്ട് കൈ ഒന്ന് ചേർത്ത് പിടിക്കാൻ. കൈ അങ്ങനെ ചേർത്ത് പിടിച്ചാൽ കാറ്റ് വരുമ്പോൾ ഞാൻ കെട്ടുപോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി അപ്രകാരം കൈ അങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ആ തിരി അവിടെ കെടാതെ നിന്നു. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച് അത് കെടാതിരുന്നാൽ എന്നിൽ നിന്ന് ബാക്കി എല്ലാ തിരികളും വീണ്ടും കത്തിക്കാമെന്ന് അവസാനത്തെ മെഴുകുതിരി പറഞ്ഞു. ആ കുട്ടി അപ്രകാരം ആ മെഴുകുതിരിയിൽ നിന്നും മറ്റെല്ലാ മെഴുകുതിരികളും വീണ്ടും കത്തിച്ചു. അവിടെ പ്രകാശമാനമാക്കി, അവിടെ വെളിച്ചം വിതറി.